ഒരാളെ എങ്ങനെ 9 പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശ കുർബാന ചൊല്ലാനല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലെ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിന്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പൊ ചേച്ചി ചോദിക്കുന്നതേ 9 തവണയൊക്കെ ഒരാളെ റേപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 9 അല്ല, അതിൽ കൂടുതൽ റേപ്പ് ചെയ്ത കേസുകൾ നമ്മളെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പം ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് വിളിച്ചു പറയുമ്പോൾ ഉള്ള സംഭവം എന്താന്ന് വെച്ചാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. കുറേ നാളിന് ശേഷം പറയുന്ന റേപ്പ് കേസുകളെല്ലാം പെൺപിള്ളേർ സ്വമേധയാ നിന്നു കൊടുത്തിട്ട് പിന്നെ അവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അപമാനിക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമയ്ക്കുന്നതാണെന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ വരുന്ന ഒരു രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്നെയും കാട്ടി മുതിർന്ന് നിൽക്കുന്ന വലിയൊരു പദവിയിൽ നിൽക്കുന്ന ആളാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്നെ കുറ്റം പറയുമോ, അല്ലെങ്കിൽ ഞാനിത് നിന്ന് കൊടുത്തിട്ടാന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നെ റേപ്പ് ചെയ്തതെന്ന് വരുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ കയ്യിലുണ്ടാവും. അതുകൂടാതെ ഡ്രോമ, ടെൻഷൻ, പേടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിന്നൊക്കെ തരണം ചെയ്ത് കുറേ നാളിന് ശേഷമായിരിക്കും ആ കുട്ടി ഇത് ആരോടെങ്കിലും പറയുന്നതും ഇങ്ങനെയുള്ള കേസുകൾ പുറത്ത് വരുന്നതും. സെക്സ് റിലേഷന് വേണ്ടി മാത്രം നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുകയും എന്നിട്ട് അവളെ റേപ്പ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേന് സെക്സിന് സമ്മതിക്കണമെന്ന് എനിക്ക് പേഴ്സണലി അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അതും കോടതിയിൽ വരുന്ന സമയത്ത് റേപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് ആൾക്കാർ അത് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. റിലേഷൻഷിപ്പിലായിരുന്ന 2 വ്യക്തികൾ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുകയും കുറേ തവണ ഉണ്ടാവുകയും അവസാനം ഈ പെൺകുട്ടി ഇനി അത് പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇത്രയും നാൾ വന്നതിന് നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഞാൻ സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യും, ഭീഷണിപ്പെടുത്തി ചെയ്യുന്നത് റേപ്പാണ്. അത് ആ കുട്ടി മുന്നേ പോയത് കൺസെൻറ്റോടുകൂടെ ആയിരിക്കും, പക്ഷെ ഭീഷണീൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് പിന്നെ പോവേണ്ടി വരുന്നത്. അങ്ങനെ ഒരു റേപ്പ് കേസും കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അപ്പം ആൾക്കാർ പറയും മുന്നേ പോയത് കൊണ്ടല്ലേ ഇത് അനുഭവിക്കേണ്ടി വന്നതെന്ന്. ഇതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഉത്തരമില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം കേസുകൾ വരുന്ന എന്താന്ന് വെച്ചാൽ സമ്മതത്തോടുകൂടെ സെക്സ്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അത് പിന്നീട് ആയുധമായിട്ട് പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. അത് വളരെ കുറച്ചാണ് വരുന്നത്. കാരണം അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സത്യസന്ധമായ കേസുകളിലും ആൾക്കാർ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ മോശമായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ.